ഇവിടെ അദ്ദേഹം റൈസ് ചെയ്ത കാതലായ വിഷയം, ആ വിഷയത്തെ വർഗീയമായി ചിത്രീകരിച്ചത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ദുഷ്ടലാക്കോട് കൂടിയുള്ള ഇന്ത്യ സഖ്യം അടക്കമുള്ള ആളുകളാണ്. നമ്മൾ ഇതിനകത്തൊരു കാര്യം പറയുന്നത്, ഇപ്പം താങ്കളുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, മോദിയുടെയും യോഗിയുടെയും ആളായതുകൊണ്ടാണ് എന്താ ഗോപാലകൃഷ്ണ നന്നാവാത്തതെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ട ആങ്കർ ഉൾപ്പെടെയുള്ള ആളുകളോട്, മതമാണ് 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 വിഷയം എന്ന് പറഞ്ഞ ആളിന് ഇപ്പോൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സീറ്റ് കൊടുത്ത നിലപാട് തെറ്റാണെന്ന് ഏതെങ്കിലും ഒരു ചർച്ചയിൽ മാതൃഭൂമിയുടെ ഒരു ഫ്ലോറിലും താങ്കൾ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മാധ്യമ അല്ല ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ ഉൾപ്പെടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകയും പറയുന്നത് ഞാൻ കണ്ടില്ല. ഈ ഇലക്ഷൻ സമയം തുടങ്ങിയതിന് ശേഷം ഇത്രയും ഇനി ഒരു ഇലക്ഷൻ സമയത്താണ്, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരു ഇന്നോവ കാറിൽ ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രികനെ വെട്ടിക്കൊന്നത്. എന്നിട്ട് മിനിറ്റുകൾക്കകം അതിനെയൊക്കെ തീവ്രവാദി സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളുടെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നു. പിന്നീട് ആ കേസൊക്കെ എവിടെ പോയി നമുക്കറിയാം. ആ സമയത്തും ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ചർച്ച ചെയ്യാത്തത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇനി ഇതിനെല്ലാം അപ്പുറത്ത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് ശ്രീ എം സ്വരാജ് അദ്ദേഹം അയ്യപ്പനെ വിവാഹം കഴിപ്പിക്കാനും അതുപോലെ തന്നെ അയ്യപ്പന് കടുക്കവെള്ളം കൊടുക്കാനും ഒക്കെ നടന്നത്. ഈറനണിഞ്ഞ് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത് വേറെന്തൊക്കെ കാര്യങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞ കാലഘട്ടത്തിലും ഇത്തരം ഒരു ചർച്ചകളൊന്നും നമ്മളെവിടെയും കണ്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രകടമായ ഉദാഹരണം ചില വസ്തുതകൾ പറയുമ്പോൾ ആർക്കൊക്കെയോ നോവുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം. ഇതിനകത്ത് വളരെ കൃത്യമാണ് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള CPIM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രഥമല അത് ഇന്ത്യ മുന്നണിയുടെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്കൊത്ത് ചില ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എരിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറം അതിനകത്തൊരു വലിയ കാതലായ വിഷയം അല്ലെങ്കിൽ വിഷയമില്ല എന്നാണ് വന്നു. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം അത് BJP നേതാക്കൾക്ക്, BJP സ്ഥാനാർത്ഥികൾക്ക് ബാധകമാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞ പേരുകൾ, ഷാജിയുടെ കാര്യമൊക്കെ, അത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം അല്ല ഞാൻ ചോദിക്കട്ടെ, BJP നേതാക്കൾക്ക് കേസ് കൊടുക്കാമായിരുന്നു ഈ വിഷയത്തിൽ. ഇപ്പോൾ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ വിഷയത്തിൽ കേസ് കൊടുത്തത് നേതാക്കളാണ്. അവർ ആ പരാതി കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് പരാതി കൊടുക്കാമായിരുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത് തെറ്റാണെങ്കിൽ ഇത് ശരിയാകുമോ എന്നുള്ള ചോദ്യം അവിടെ ലോജിക്കലി നിൽക്കുന്നുണ്ട്. അതെല്ലാം പോട്ടെ, ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം BJP സ്ഥാനാർത്ഥികൾക്ക് ബാധകമാണോ? അല്ല, മാതൃകാ പെരുമാറ്റച്ചട്ടം BJP എന്നല്ല എല്ലാ പേർക്കും ബാധകമാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ടെമ്പിൾസ്, മോസ്ക്, ചർച്ചസ്, ഗുരുദ്വാരാസ് or any place of worship shall not be used as places for election propaganda including speeches, posters, music etc. on electioneering. ഇത് നിങ്ങൾക്ക് ബാധകമാണോ? തീർച്ചയായിട്ടും ബാധകമാണല്ലോ. അപ്പോൾ അത് ഗോപാലകൃഷ്ണൻ അറിയാത്തതാണോ? ഗോപാലകൃഷ്ണൻ എന്താ ചെയ്തത്? ഇതിന്റെ വയലേഷനിൽ ഗോപാലകൃഷ്ണൻ ചെയ്തത് എന്താ? ഒരു കാര്യം പറയും. എനിക്ക് ആ ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ ഇട്ട ആ വീഡിയോ കാണിക്കണമെന്നുണ്ട്. പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു സ്ഥാനാർത്ഥിയാണ്, നിങ്ങളൊരു അമ്പലത്തിൽ പോയി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം പറയാം. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും യൂട്യൂബ് ആർച്ചീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആണ്. അദ്ദേഹം കഴിഞ്ഞ തവണ തൃക്കണ്ണാപുരത്ത് ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് ഒരു ചർച്ചിൽ അവിടെ പോയി ഈ പറയുന്ന അനുഗ്രഹം വാങ്ങുന്ന വീഡിയോ അന്ന് എല്ലാ സമൂഹ മാധ്യമങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി പോയപ്പോൾ അവിടെ നിന്ന് ഇത് കിട്ടി, ബ്ലെസ്സിങ്സ് കിട്ടി. ആ ബ്ലെസ്സിങ്സ് വാങ്ങുന്നതും തിരിച്ച് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ മൈൻഡ് കുറേ അധികം റിഫ്രഷായി, അത് എനിക്ക് കുറച്ച് കൂടുതൽ പ്രചോദനം തരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൻ്റെ വയലേഷനാണ്. അതിനപ്പുറം എന്താണ്? അല്ല, അതിനപ്പുറം അതിലൊരു നല്ല കാര്യമല്ലേ ഇവിടെ ഹിന്ദു MLA ഗുരുവായൂർ ഇല്ല എന്ന് പറയുന്നത്. ഹിന്ദു MLA ഗുരുവായൂരുണ്ടോ? ഹിന്ദു MLA ഗുരുവായൂരിൽ ഇല്ലാത്തതാണോ പ്രശ്നം? ഇല്ലാന്ന് ഒരു സാധനം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണോ? എനിക്ക് മനസ്സിലായില്ല. ഇല്ലാത്ത കാര്യം ഇല്ല എന്നല്ലാതെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? അല്ല, അത് ഫാക്ച്വലി അത് കറക്റ്റ് ആയിരിക്കും. അതിന് മുൻപ് എനിക്ക് തോന്നുന്നു 60-കളിലും 70-കളിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന 1960-ൽ KG കരുണാകരൻ മേനോനും 70-ൽ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ താങ്കൾ പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇടത് വലത് മുന്നണികൾ, ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി, അവിടെ ഒരു ഹിന്ദു നാമധാരി അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി
നിർത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് അമ്പല കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിലേക്കോ അല്ലല്ലോ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അത് ഇപ്പം അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. BJPയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക വന്നു, അതിലെന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായിട്ട് നന്ദുവിന് തോന്നിയോ? ഞങ്ങൾക്ക് ഒരുപാട് അഭ്യസ്ത വിദ്യരായിട്ടുള്ള, അതുപോലെ തന്നെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള, കഴിവുള്ള, വികസനം നടത്താൻ പ്രാപ്തിയുള്ള, അഴിമതിക്കാരല്ലാത്ത, കപ്പാസിറ്റിയുള്ള നേതാക്കന്മാരും സഹപ്രവർത്തകരും ഇത്തവണ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അതിനപ്പുറം വലിയൊരു കാര്യമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്കൊരു കാര്യം തോന്നി. ഞാൻ അതിപ്പോ ബി ഗോപാലകൃഷ്ണൻ ഈ കേസ് എടുത്തതിന് ശേഷം എടുത്ത് നോക്കുകയായിരുന്നു. 140 മണ്ഡലങ്ങളിലേക്ക് നിങ്ങളുടെ ഘടകകക്ഷികൾക്കൊപ്പം ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തി. നിങ്ങൾക്കൊരു മുസ്ലിം സ്ഥാനാർത്ഥിയില്ല. നിങ്ങൾക്ക് കേരളത്തിൽ ഒരു മുസ്ലിം ആളെയും കിട്ടാഞ്ഞിട്ടാണോ? അല്ല, കേരളത്തിൽ ഞങ്ങൾക്ക് മുസ്ലിം സ്ഥാനാർത്ഥി തിരിച്ച് നന്ദു എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഇല്ല എന്നുള്ളത്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് BJPയുടെ 140 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ നിങ്ങൾക്ക് ഒരു മുസ്ലിം മതവിശ്വാസം ഇല്ലാത്തത്? അല്ല, എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഒരു സാമാന്യ മര്യാദയുടെ അടിസ്ഥാനത്തിൽ എനിക്ക്, ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു കൗൺസിൽ ഇലക്ഷനിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി. അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം എന്തിനാണ് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നുള്ളതായിരുന്നു നിങ്ങളുടെ എല്ലാ ഇഷ്യൂ. നിങ്ങളെല്ലാവരും ആ പറയുന്ന സ്ഥാനാർത്ഥിയോട് പോലും പെക്യുലറായി ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ട് മുസ്ലിമായിട്ടും BJPയിൽ നിങ്ങൾ മത്സരിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങളെല്ലാ സ്ഥാപനങ്ങളും, ഞാൻ ഒരു മാധ്യമമല്ല, എല്ലാ മാധ്യമങ്ങളും. അപ്പോൾ അവർ പറഞ്ഞു, അതെന്താ ഒരു ദേശീയവാദിയായ മുസ്ലിമിന് BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അവർ മത്സരിച്ചു, അവർ ജയിച്ചു, അവർ ഇന്ന് കൗൺസിലറായിട്ടിരിക്കുന്നു. അപ്പോൾ അവരെയും മത്സരിപ്പിച്ചത് ഈ പാർട്ടിയല്ലേ? ഈ പാർട്ടിക്ക് അങ്ങനെ നല്ല കാര്യം ഞാൻ ചോദിച്ചത്, അത് കൗൺസിൽ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഉടനീളം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, 140 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നിങ്ങൾ ഹിന്ദു, എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിൽ മതവും ജാതിയും നോക്കിയിട്ടല്ല വോട്ട്. കേരളത്തിൽ ആരും അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഗുരുവായൂരിൽ ഹിന്ദു MLA ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കിട്ടാഞ്ഞിട്ടാണോ? അതിന് ക്ഷാമമുണ്ടോ? ഞങ്ങൾ ഗുരുവായൂരിൽ ഹിന്ദു MLA ഇല്ലേ എന്നല്ല ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞത് ഗുരുവായൂർ പോലുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ഹിന്ദു ആരാധനാലയം സ്ഥിതി കൊള്ളുന്ന ഒരു സ്ഥലത്ത്. ആങ്കർ, താങ്കൾ ഒരു കാര്യം ചെയ്യും, ഞാൻ മിണ്ടാതിരിക്കാം. താങ്കൾ എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് തീർന്നിട്ട് ഞാൻ മറുപടി പറയാം. ഞാൻ ഒരു ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞ് തീർത്താലല്ലേ താങ്കൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ എന്ന് പറയുന്ന ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിലവിൽ ഈ പറയുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള MLA അദ്ദേഹം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു MLA ഉണ്ടായിട്ടില്ല, ഹിന്ദു MLA ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു എററും ഇല്ല. അദ്ദേഹം പറഞ്ഞു നിലവിലില്ല എന്നുള്ള കാര്യം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇല്ല എന്ന് നിങ്ങൾ പറയും. ഞാൻ 147 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ ഞാൻ 140 സീറ്റുകളിലും ഞാനിത് ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പോയിട്ടില്ല. ഇനി കഴിഞ്ഞ തവണ ഞങ്ങൾ അബ്ദുൾ സമദ് സാറിനെ, നമ്മുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡന്റിനെ ഞങ്ങൾ മത്സരിപ്പിച്ചിരുന്നു മലപ്പുറത്ത്. അന്ന് നിങ്ങൾ ആരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലല്ലോ. അപ്പം മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടോ? പറഞ്ഞോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പാർലമെന്റിനകത്ത് BJP ആണ് ഏറ്റവും വലിയ കക്ഷി. ആ BJP ഏറ്റവും വലിയ കക്ഷിയായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. പക്ഷേ ഈ നാട്ടിൽ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു പരത്തിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്താ, മുസ്ലിം ജനവിഭാഗത്തെ ഒന്നാകെ കൂട്ടക്കൊല ചെയ്യാനാണ് നരേന്ദ്രമോദി വരുന്നതെന്നൊക്കെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇവിടുത്തെ ഇന്ത്യ മുന്നണി തെരുവോരങ്ങളിൽ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം സഹോദരികളുടെ പ്രശ്നം മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്ത നരേന്ദ്രമോദി ഒരു ഹിന്ദുവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഇല്ല. ഹിന്ദുവിന്റെ ആവശ്യം പറയാൻ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കണമെന്നുമില്ല, മുസ്ലിമിന്റെ ആവശ്യം പറയാൻ മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കണമെന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ, അവിടെ ആർക്കാണ് സീറ്റ്? നിങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്ന് വിചാരിക്കുക. CPM-ന്റെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചു. ഒരു അമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അത് ഏത് പാർട്ടിയിൽ നിന്നായാലും ജയിച്ചവിടെ വരുന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവും, ആ ക്ഷേത്ര നഗരിക്ക് പുരോഗതി ഉണ്ടാവും. ഒന്ന്. രണ്ട്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, KM ഷാജിയുടെ രാഷ്ട്രീയം, മതമാണ് സർവ്വവും എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ പേറുന്ന ഒരാൾ, അത് മുസ്ലിമിലായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ, ആ രാഷ്ട്രീയം പേർന്ന മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും അവിടെ ജയിച്ചത് കൊണ്ട് ഗുണമുണ്ടോ? ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാക്കിയല്ല ഞങ്ങളുടെ ചോദ്യം.
ഞങ്ങളുടെ ചോദ്യം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് കൊണ്ടോ ഈ പറയുന്ന മതമാണ് CPM പറഞ്ഞിട്ടില്ലെന്നോ? അത് താങ്കളുടെ വലിയ അജ്ഞതയാണ് കേട്ടോ. അത് കാരണം CPM-നെ കുറിച്ച് താങ്കൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സിമന്റ് സ്വാമി എന്ന് ശ്രീനാരായണ ഗുരുദേവനെ വിളിച്ചതാരാ? ആരാ? പഴയ ചരിത്രം അത് പറയുമ്പോൾ മാത്രം ഒരു പഴയ ചരിത്രത്തിലേക്കുള്ള പോക്ക് എന്താ? പോട്ടെ, നമുക്ക് അടുത്ത ചരിത്രം, തൊട്ടടുത്ത ചരിത്രം പറയാം. കണ്ണൂർ ജില്ലയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ടുപോയ പാർട്ടി ഏതാ? ശോഭായാത്രയിൽ. പറയും, നമുക്ക് അടുത്ത ചരിത്രം, തൊട്ടടുത്ത ചരിത്രം. അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നല്ല, അത് തെറ്റാണെങ്കിലെന്നല്ല, തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങളെ പോലെയുള്ള പൊതുസമൂഹത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവണ്ടേ? അതെന്താ അവിടെ വരുമ്പോൾ മാത്രം ഒരു ആണെങ്കിൽ അതുകൊണ്ടാണെങ്കിലല്ല ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട ഇതുകൊണ്ടാണോ നിങ്ങൾക്ക് ഒരു ഹിന്ദു MLA? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞത് അവിടെ ഒരു ഹിന്ദു MLA ഇല്ല എന്നുള്ളത് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ അവിടെ വർഗീയമായിട്ടാണ് കണ്ടത്. ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് CPM-ന്റെ ഒരാൾ അവിടെ ജയിച്ചു വന്നതുകൊണ്ട് ആ ക്ഷേത്ര നഗരിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല. കാരണം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറയുന്ന CPM-കാരൻ ജയിച്ചു വന്നാൽ ആ ക്ഷേത്ര നഗരിക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവും? എന്റെ ചോദ്യം റിലവന്റ് അല്ലേ? തിരിച്ച് മതമാണ് ഞങ്ങൾക്ക് സർവ്വം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവും. താങ്കൾ പറഞ്ഞ ആർഗ്യുമെന്റ് ഞാൻ വിശ്വസിച്ചു. എനിക്ക് വിശ്വാസമില്ല. താങ്കൾ പറഞ്ഞത് ഞാനത് മുഖവിലേക്ക് എടുക്കുന്നു. റാന്നി ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ്. നിങ്ങളുടെ കാൻഡിഡേറ്റ് ആരാണ്? അതല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അല്ല, ഞാൻ ചോദിക്കുകയാണ്. ശബരിമല ഒരു വിഷയമാണല്ലോ. റാന്നിയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ആരാണ്? അല്ല, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാം, കേട്ടോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, നരേന്ദ്രമോദി മുസ്ലിം അല്ല. പക്ഷെ മുത്തലാഖ് എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീകളെ ബന്ധിച്ചിടുന്ന ഒരു വലിയ കുരുക്കിൽ നിന്ന് ആ സ്ത്രീ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളെ രക്ഷിച്ചെടുത്ത് നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണോ അവിടെ ഉള്ള ആൾക്ക് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനാണ് റിലവന്റ് ആയിട്ട് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ മറുപടി പറയേണ്ടത്. അങ്ങനെ അല്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന ഒരു കക്ഷിയുടെ നേതാവ് അവിടെ ജയിച്ചു വന്നതുകൊണ്ട് ആ നഗരത്തിന്, ആ പ്രദേശത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇപ്പുറത്തെ SDPIയുടെ വോട്ട് ഒളിഞ്ഞും തെളിഞ്ഞും വാങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുകർന്നിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA അവിടെ ജയിച്ചു വന്നതുകൊണ്ട് ആ നാടിന് എന്താണ് പുരോഗതി? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ ആ രാഷ്ട്രീയത്തെ നിങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ട് നിങ്ങളൊരു വർഗീയ ചോയോടുകൂടി ആ രാഷ്ട്രീയത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്, ഞങ്ങളുടെ അല്ല. അത് മനസ്സിലാക്കാനുള്ള പൊതുബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി.